അറേബ്യൻ കടലിൽ നിലയുറപ്പിച്ചിട്ടുള്ള USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിന് നേരെ ആക്രമണ ലക്ഷ്യത്തോടെ അടുത്ത ഇറാനിയൻ ഡ്രോണിനെ അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടു. കപ്പലിൽ നിന്ന് പറന്നുയർന്ന F-35C സ്റ്റെൽത്ത് യുദ്ധവിമാനം സ്വയം രക്ഷാർത്ഥമാണ് ഈ നടപടി സ്വീകരിച്ചതെന്ന് US സെൻട്രൽ കമാൻഡ് വക്താവ് ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് അറിയിച്ചു. ഇറാൻ തീരത്തു നിന്ന് 500 മൈൽ അകലെ നടന്ന ഈ സംഭവത്തിന് പുറമെ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ വ്യാപാര കപ്പലിനെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ശല്യം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. മേഖലയിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുന്നതിനിടെ നടന്ന ഈ സംഭവങ്ങൾ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും വഷളാക്കിയിരിക്കുകയാണ്. ഈ സംഘർഷങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ ഒമാനിൽ നടക്കാനിരിക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതികൾ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ കടുത്ത സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നയതന്ത്രത്തിന് മുൻഗണന നൽകുന്നുണ്ടെങ്കിലും സൈനിക നീക്കം ഉൾപ്പെടെയുള്ള എല്ലാ സാധ്യതകളും പരിഗണനയിലുണ്ടെന്നാണ് വൈറ്റ് ഹൗസിന്റെ നിലപാട്. എന്നാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഏത് ആക്രമണവും ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിനെ വഴിതെളിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി തിരിച്ചടിച്ചു. കഴിഞ്ഞ വർഷം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളെക്കാൾ ശക്തമായ തിരിച്ചടി ഇനിയുണ്ടാകുമെന്ന ഭീഷണിയും ട്രംപ് ഉയർത്തിയിട്ടുണ്ട്. അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇറാനിൽ ഉടലെടുത്ത ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ ശക്തമായി തുടരുകയാണ്. ഭരണമാറ്റം ആവശ്യപ്പെട്ടുള്ള ഈ പ്രതിഷേധങ്ങളിൽ ഇതുവരെ 6400-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ 152 കുട്ടികളും ഉൾപ്പെടുന്നു. എന്നാൽ യഥാർത്ഥ മരണസംഖ്യ 25,000 കടന്നേക്കാമെന്നും സൂചനകളുണ്ട്. ഈ ജനകീയ പ്രക്ഷോഭങ്ങളെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആസൂത്രണം ചെയ്യുന്ന ഗൂഢാലോചനയായാണ് ഇറാൻ ഭരണകൂടം കാണുന്നത്. തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്ന് ഇറാൻ ആവർത്തിക്കുമ്പോഴും പുതിയ ഉടമ്പടിയിൽ ഒപ്പിടാനും പ്രക്ഷോഭകാരികളെ കൊന്നെടുക്കുന്നത് അവസാനിപ്പിക്കാനും അമേരിക്ക ശക്തമായ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്.